Live fast, let us die young. Stop it up, make it move left and right. 이게 누구든지 make it move left and right. Everybody only gasoline, yeah yeah. It's time, are you ready? Yeah yeah. Okay, let's go. Run beautiful, run yeah you gotta run. Run beautiful, run yeah you gotta run. Run beautiful, run yeah you gotta run. Run beautiful, run. ഇതാണ് പാലത്തൂർ. പച്ചപ്പുകളും മനുഷ്യരുടെ നന്മയും ചേർന്ന് മനോഹരമായൊരു ജീവിതം തീർത്ത ഗ്രാമം. ഇവിടെയാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. ഇതാണ് ആർദ്ര നിലയം. നമ്മുടെ കഥ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. विना वेङ्कटेशं ननाथो ननाथ सदा वेङ्कटेशं स्मरामि स्मरामि. हरे वेङ्कटेश प्रसीद प्रसीद वियं वेङ्कटेश प्रयच्छ प्रयच्छ. पहं दूरतस्ते पदाम्भोजयुग्मं प्रणामेच्छयागत्य सेवां प्रदेश. हरे वेङ्कटेश प्रसीद प्रसीद वियं वेङ्कटेश प्रयच्छ प्रयच्छ. अहं दूरतस्ते पदाम्भोजयुग्मं प्रणामेच्छयागत्य सेवां प्रदेश. हरे वेङ्कटेश प्रसीद प्रसीद वियं वेङ्कटेश प्रयच्छ प्रयच्छ. सेवां प्रदेश सेवां प्रदेश सेवां प्रदेश सेवां प्रदेश. वेङ्कटेश दयानिधे पाहि मां वेङ्कटेश प्रभो रक्ष मां. वेङ्कटेश प्रभो रक्ष मां श्री वेङ्कटेश प्रभो रक्ष माम्. अपार करुणा सिन्धो वत्सलाक्ष दयानिधे पाहि मां श्री वेङ्कटेश प्रभो श्रीनिवास जगन्नाथ प्रिय लक्ष्मीपते प्रभो वेङ्कटेश जगन्नाथ रक्ष मां शरणागतम् शिवणागतम्. അച്ചോ, നീ റെഡിയായോ? റെഡിയായെങ്കിൽ താഴോട്ട് വന്ന് കഴിക്കാൻ. റെഡിയായിക്കൊണ്ടിരിക്കാമേ, ഒരു 5 മിനിറ്റ്, ഇപ്പൊ വരാം. ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മഞ്ചിലാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? ഒന്നും മനസ്സിലായില്ലല്ലേ? ഇവരൊക്കെ ആരാന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഏയ് അത് വേണ്ട, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തോളാം. അതെങ്ങനെ ശരിയാവും? ഞാനല്ലേ സ്റ്റോറി കൊണ്ടുവന്നത്,
അപ്പൊ ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തോളാം. അതൊക്കെ, ഇത് എന്റെ സ്റ്റോറി അല്ലേ, അപ്പോ ഞാൻ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലെ രസം. ആ ശരി, അവസാനം കയ്യിൽ പോയെന്നും പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരരുത്. അതൊന്നുമില്ല. അപ്പോ ഹായ് ഫ്രണ്ട്സ്, ഞാനാണ് ആർദ്ര. എല്ലാവരും എന്നെ സ്നേഹത്തോടെ അച്ചു എന്ന് വിളിക്കും. നിങ്ങളും എന്നെ അച്ചു എന്ന് വിളിച്ചോ. പിന്നെ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് 2015 കേട്ടോ. ആ, നീ അവിടെ താങ്ങി താങ്ങി നിന്നോ, ആ കുഞ്ഞു ഇപ്പൊ വരും. മതി വർത്താനം പറഞ്ഞു നിന്നത്, ഇതെടുത്ത് ബാഗിലോട്ട് വെക്കാൻ നോക്കിയേ. ഇതാണ് എന്റെ അമ്മ, പേര് ജയശ്രീ, ഹൗസ് വൈഫാണ് കേട്ടോ. അച്ചു, ബസ്സിനുള്ള പൈസ. ആ, ഇതാണ് എന്റെ അച്ഛൻ, പേര് സുരേഷ്. അച്ഛനൊരു പലചരക്കടയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞു. ഇതാണ് കുഞ്ഞുവിന്റെ വീട്, വൃന്ദാവനം. ഞങ്ങൾ അടുത്തടുത്താ താമസം. അമ്മ, ബാഗിൽ ഫുഡ് എടുത്തു വെച്ചോ? ദേ, ഇതാണ് കുഞ്ഞു. അവളെ കുഞ്ഞുന്ന് ഞങ്ങളെല്ലാരും വിളിക്കുന്നതാട്ടോ. കീർത്തി എന്നാ പേര്. ആ, അതൊക്കെ ഞാൻ എടുത്തു വെച്ച്. നീ ഒന്ന് ഇറങ്ങാൻ നോക്ക് കുഞ്ഞു. ഇതാണ് കുഞ്ഞുവിന്റെ അമ്മ ജാനകി, ഹൗസ് വൈഫാ. കുഞ്ഞു, ബസ് വരാറായി, നീ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഇത് കുഞ്ഞുവിന്റെ അച്ഛൻ രാമചന്ദ്രൻ. ആൾക്ക് കോൺട്രാക്ട് വർക്കാണ്, പ്ലംബിങ്ങും വയറിങ്ങും. അതുകൊണ്ട് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓയ് അച്ഛൻ. ശരി അച്ഛാ, ഞാൻ എന്നാ പോവാ. അച്ചു, സമയം താമസിച്ചു. നീ ഇവിടെ നിൽക്കുവാണോ? അയ്യോ, സമയം താമസിച്ചോ? ബാക്കി ചേച്ചി പറഞ്ഞു തരുവേ. അയ്യടി മോളെ, അത് നിന്റെ മനസ്സിലിരുന്നാ മതി. ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. അയ്യോ ചേച്ചി, അങ്ങനെ പറയല്ലേ. ആ ശരി, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സ്കൂളിൽ പോവാൻ നോക്ക്. ഡീ, വാ പോവാം. അല്ല കുഞ്ഞു, നീ എന്താ കളർ ഡ്രസ്സില്? അത് അമ്മ തയ്ച്ചു തന്നാടി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാം. നീ ഇന്ന് ടീച്ചറോട് എന്തു പറയും? അത് ഇന്നലത്തെ മഴയിൽ യൂണിഫോം ഉണങ്ങിയില്ലെന്ന് പറയും എല്ലാ ബുധനാഴ്ചയും. ഈ കണക്കിന് പോവാന്ന് നിന്നെ തോക്കും മോളെ. ഇല്ല, ഇനിയില്ല. ഇനി എന്തായാലും യൂണിഫോം ആയിരിക്കും. ബാ എന്നാ, ബസ്സിൽ പോരും. പിള്ളേരെ +2 പഠിക്കുന്നേ. ഇവരൊക്കെയാണ് നമ്മുടെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ. പിന്നെ മെയിനായിട്ട് ഒരാളോട് ഉണ്ട് കേട്ടോ. ആളിവിടെയൊന്നും ഇല്ല. പുള്ളി ഇവിടുന്ന് പോയിട്ട് 4 വർഷമായി. അമേരിക്കയിലാ ജോലിക്ക് പോയേക്കുക. പുള്ളിയെ പറ്റി നമുക്ക് വഴിയെ പരിചയപ്പെടാം. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റോറിയിലൂടെ കാണാം. ജയേ, നീ എവിടെയാ? നീ ആയിരുന്നോ? എന്തുപറ്റി? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. കണ്ണം വീഴുന്നുണ്ടത്രേ. ഞാൻ അവൻ വിളിച്ച് പറഞ്ഞതിന്റെ സന്തോഷത്തിൽ നിന്നെ അറിയിക്കാനായിട്ട് ഓടി വന്നതാ. ആണോ? എന്നാ വരണേ? അവനെ കണ്ടിട്ട് എത്ര നാളായി. ഇവിടുന്ന് പോയത് പിന്നെ വന്നിട്ടേ ഇല്ല. ഇപ്പോഴെങ്കിലും വരാൻ തോന്നുമല്ലോ ചെക്കന്. ഞാൻ എന്നും പറയും, അവന് അവധിയില്ലെന്നാ പറച്ചില്. ഇനി ഇവിടെ എവിടെയെങ്കിലും നോക്കാനാണത്രേ. എന്താ ഇപ്പൊ ഒരു കുടുംബശ്രീ ചർച്ച? ഓ, ഇന്നാണോ അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ ഉള്ളത്? സുരേഷ് എന്താ ഈ നേരത്ത്? ഞാൻ എന്നാ പോട്ടെ. അവൻ വിളിച്ച സന്തോഷത്തിൽ ഞാനിങ്ങ് പോന്നതാ. തുണി അലക്കാനിട്ടേക്കാ. ആണോ? ശരി എന്നാ. സുരേഷ് എന്താ ഇപ്പൊ വന്നേ? ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതാ ഇപ്പൊ ഒന്ന് പോരുന്ന. നീ ഒരു ചായ എടുക്ക്. തരാം. പോയി കുളിച്ചിട്ടോ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. സുരേഷ് ചേട്ടാ, അതെ ചായ എടുത്തു. കുളി കഴിഞ്ഞെങ്കിൽ വായോ. നീ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? നീ വീട്ടിലോട്ട് വാ, എന്നിട്ട് നമുക്ക് പോവാം. ശരി എന്നാ നമുക്ക് പിന്നെ കാണാം. അമ്മേ, എന്തിനാടി ഇങ്ങനെ അല്ലറ കൂവന്ന്? നീ ഒരു പെങ്കൊച്ചാന്നുള്ള ഓർമ്മ വേണം.
ഓ തുടങ്ങി. ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നും ഇത് തന്നെയല്ലേ പറയുന്നേ? ഒന്ന് മാറ്റി പിടിച്ചൂടെ? എന്തുവാ ഇവിടെ അമ്മയും മോളും? അച്ഛൻ നേരത്തെ വന്നോ? നീ പോയി കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. വിശേഷങ്ങളൊക്കെ പിന്നെ. സോറി അച്ഛാ, എനിക്ക് കുറച്ചു നേരം കഴിയുമ്പോ കുഞ്ഞുവിന്റെ വീട്ടിൽ പോണം. ഞാൻ അങ്ങോട്ട് പോകും. ഇത് നീ ആരാ ഈ നേരത്ത്? അല്ല, ഇത് ആര്? അച്ചുവോ? കേറുവാ. കുഞ്ഞു എന്തി ആന്റി? നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അച്ചു എന്നെ അമ്മേന്ന് വിളിക്കണോന്ന്? ഓ സോറി, ഇനി അങ്ങനെ വിളിക്കാം. അവളെന്തിയേ? അവളാ റൂമിലെങ്ങാണ് കാണും. നീ അങ്ങോട്ട് ചെല്ല്. ഡീ കഴിഞ്ഞോ? ഹാ, അനങ്ങാതെ വന്നിന്ന് പേടിപ്പിക്കുന്നോടിപ്പോല്ലേ? എന്നാ പോയാലോ? എങ്ങോട്ടാ രണ്ടും കൂടി? വേറെ എവിടെ പോവാൻ? തൊടിയിലോട്ട്. വയസ്സ് എത്ര ആയെന്ന് ഓർമ്മയുണ്ടോ രണ്ടിനും? കുറച്ചു നാള് കഴിഞ്ഞ് കെട്ടിക്കണ്ട പിള്ളാരാ എപ്പോഴും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത്. അതപ്പോ അല്ലേ, അപ്പൊ നോക്കാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാനുള്ളതിന് അവിടെ എവിടെയും കയറി ഇറങ്ങി നടക്കുക. എന്നും നീയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണൂലല്ലോ. ഓ ഈ അമ്മ. ഒരു കാര്യം ചെയ്യാം, ഇവക്ക് ചേട്ടനില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ കെട്ടായിരുന്നു. ഇതിപ്പോ ഇവളെ കൊണ്ട് എന്റെ ചേട്ടനെ കെട്ടിപ്പിച്ചാലോ? നിന്നോടൊക്കെ വല്ലതും പറയാൻ നോക്കോ? കഴുത്തിന് ചുറ്റും നാക്ക. എടി വാ, സന്ധ്യക്ക് മുന്നേ വീട്ടിൽ വരണ്ടേ? പോയിട്ട് വരാം. ജാനിയമ്മേ, ഞങ്ങള് പോയിട്ട് വരാം. പോയിട്ട് വാ. 2 മിനിറ്റിനു മുന്നേ വീട്ടിൽ കയറിക്കോണം. ആ എത്തിയേക്കാം. ഇവര് കളിക്കുന്ന കാണാനാണോ നീ എന്നെ അത്യാവശ്യപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതൊന്നുമല്ല, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. ആ എന്ത് രസല്ലേ കാണാൻ. ഇവിടെ ആമ്പല് വിരിഞ്ഞാലും നീ പറഞ്ഞില്ലല്ലോ എന്നോട്. ആ അത് ഇന്നലെ അച്ഛൻ പറയുമ്പോഴാ ഞാൻ തന്നെ അറിയുന്നത്. ആ കണ്ടില്ലേ, ഇനിയൊന്ന് നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പോഴോ? കുറച്ച് കഴിഞ്ഞു പോയാ പോരെ? ആ പോണം. അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചുണ്ടായതുകൊണ്ടാണ് നമ്മുടെ മാർക്കൊക്കെ കുറയുന്നതെന്നാ പരാതി. ആ എന്റെ വീട്ടിൽ ഇത് തന്നെയാ പറയുന്നത്. ഈ അമ്മമാർക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ? ആവോ, ആർക്കറിയാം. നമുക്ക് എന്തായാലും ഇപ്പൊ വീട്ടിലോട്ട് പോവാം. ആ ശരി അമ്മ, പോവാണേ. അച്ഛൻ അവിടെ നിന്നേ, ഇതൂടെ കൊണ്ടുപോ ഉണ്ണിയപ്പ. കുഞ്ഞു പോയാലോ എന്നാ? ഹാ, നീ ഇങ്ങോട്ട് വന്നോ? എന്നാ വാ പോവാം. ഡീ കുഞ്ഞു, നമുക്കിന്നൊന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയാലോ? ആ ഞാനത് നിന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാല്ലേ? ഹാ, ഇവരെയൊക്കെ കാണുമ്പോഴാ വലുതാവണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതെന്താ? ആ അതാവുമ്പോ പഠിക്കാൻ പോവണ്ടായിരുന്നു. എപ്പോഴും കളിക്കാം, എപ്പോഴും ഉറങ്ങാം. ഓ അങ്ങനെ. അയ്യോ ബെല്ല്. ഒന്ന് ഓടി വാടി, ബെല്ലടിച്ച്. ഞാൻ പിന്നാലെ വന്നോളാം. ഇവള് കഥവും തുറന്നിട്ടിട്ട് എവിടെ പോയേക്കുവാ? ആ നീ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കഥവൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് നീ ഇവിടെ വന്ന് നിന്ന് വല്ല കള്ളന്മാരും കയറി വരൂലേ? ആ ഞാൻ ഈ കർട്ടനൊക്കെ ഒന്ന് കഴുകാനിടാൻ പോയതാ. കണ്ണൻ എന്നാ വരണേന്ന് വല്ലതും പറഞ്ഞോ? ആ അവൻ തിങ്കളാഴ്ചത്തേക്ക് എത്തും. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്നറിയാൻ വേണ്ടി വന്നതാ ഞാൻ.
ഇനി അവന്റെ റൂം മാത്രമേ ഉള്ളൂ വൃത്തിയാക്കാന്. അത് നാളെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. അവക്ക് പോകണ്ടല്ലോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പച്ചക്കറി മേടിക്കാൻ പോണം. പിന്നെ പലചരക്ക് സാധനങ്ങൾ. അത് ഞാൻ ലിസ്റ്റ് എഴുതി തരാം നിന്റെ കയ്യില്. അതാവുമ്പോ ചന്ദ്രേട്ടൻ വരുമ്പോ കൊണ്ടുപോകുന്നുള്ളല്ലോ. ഞാനും വരാം. എനിക്കും മേടിക്കണം. പച്ചക്കറിയൊക്കെ മേടിക്കാൻ നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇപ്പോഴാകുമ്പോ പിള്ളേരില്ലല്ലോ. നാളെ ആകുമ്പോ അവരും വരുന്നെന്ന് പറയും. എന്നാ നീ പോയി റെഡി ആയിട്ട് വാ. ഞാനും റെഡി ആവട്ടെ. എന്നാ നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കേ. இது காணாம போட உன் மேல கைய போட ஏமைனா காமாச்சு மாமா சைட் அடிக்க உன்னை பிடிக்க காதலிக்க தாவணி போட்ட மைனா என்ன மயக்கிறிய நீ குயினா காமாச்சு மாமா சைட் அடிக்க உன்னை பிடிக்க காதலிக்க தாவணி போட்ட மைனா என்ன மயக்கிறிய நீ குயினா പൊന്നു पग सदने पम पग मरे सा अमारे सदने पम पग म पसानी म पनि सा गा गा मरे सा सानी सा पनि म मरे सने सरे म पग सदने पम पग मरे सा अमारे सदने पम पग म पसानी म पनि सा गा गा मरे सा सानी सा पनि म मरे सने सरे म അമ്മ ഞങ്ങൾ അമ്പലത്തിൽ വരെ പോവാണേ. പായസം കൊണ്ടുവരണേ. പറഞ്ഞില്ലെങ്കിൽ നീയൊക്കെ അത് വാങ്ങാതിങ്ങ് പോരും. വാങ്ങാം അമ്മേ. അച്ചു വാ. കുഞ്ഞു, ഞാൻ പറഞ്ഞത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? സോറിയടി, നീ എന്തോ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. നിന്നെ ഞാൻ 2 ദിവസം കൊണ്ട് ശ്രദ്ധിക്കാം. നിനക്ക് എന്തു പറ്റി? നീ ഇവിടെയൊന്നും അല്ലല്ലോ. ചേട്ടനെ പറ്റിയാടി. ചേട്ടൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പം എത്ര നാളായി. ഒന്ന് വരുന്ന കൂടിയില്ല. പണ്ടത്തെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതും ഞാനായിട്ട് അടി ഉണ്ടാക്കി കൊടുക്കുന്നതും വഴക്കിടുന്നതും ഒക്കെ. അത് പകുതി അമ്മ പറഞ്ഞുള്ള ഓർമ്മയുള്ളൂ. ഇപ്പോൾ ഒന്ന് വിളിച്ചാൽ കൂടി എന്നോടൊന്ന് സംസാരിക്കാൻ പോലും ചേട്ടന് സമയമില്ല. ഞാനൊന്നെങ്കിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് വരുമെന്നാ. നീ വിഷമിക്കാതിരിക്കേ. അന്നൊക്കെ ഞങ്ങൾ എത്ര വഴക്കുണ്ടാക്കിയാലും അടികൂടിയാലും പരസ്പരം അകന്ന് നിന്നിട്ടേ ഇല്ല. ഇതിപ്പോൾ ജോലിയുടെ ആവശ്യം പറഞ്ഞ് പോയിട്ട് 4 വർഷമായി. വിഷമിക്കാതിരിക്കേ. നിന്റെ വിഷമം എന്തായാലും ദൈവം കാണാതിരിക്കൂലല്ലോ. சோழ வெற்றி வாழ் ஒன்றை காணீரோ ஓ அழகிய பூவே செல்லதியோ மலரிடுவோ சகே வந்தே നാരായണം തൃച്ചംബരം വാഴും വന്ദേ ബാലകൃഷ്ണം വന്ദേ നാരായണം. എൻ്റെ ചേട്ടന് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാൻ പറ്റണേ. എൻ്റെ ദൈവമേ, കുഞ്ഞു പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എങ്കിലും ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ ഈശ്വര എനിക്കൊന്ന് നേരി കാണാൻ പറ്റുന്നേ. സുരേഷേ, നീ ഇന്ന് നേരത്തെ എത്തിയോ? ഞാൻ നേരത്തെ അല്ല, രാമചന്ദ്രൻ താമസിച്ചാ വന്നേ. ഓ, അത് ശരിയാണല്ലോ. അച്ചു എന്തിയേ?
ആ, രണ്ടും കൂടെ അമ്പലത്തിൽ പോയതാ. ഇതുവരെ ഇങ്ങ് കണ്ടില്ല. ആ, വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എടീ ഞാൻ പോവാണേ, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. ആ വരാം, ഹോംവർക്ക് എഴുതിയിട്ട് വരാം. അമ്മേ അമ്മേ. ആ, നിന്റെ അമ്മ അപ്പുറത്തോട്ട് പോയേക്കുവാ. ഈ അമ്മ എന്നെ വിളിക്കാതെ പോയോ? ഞാൻ എന്നാ അങ്ങോട്ട് പോവാ. അച്ഛൻ വരുന്നുണ്ടോ? വാ. ഞാൻ മാത്രം എന്തിനോട് ഒറ്റയ്ക്കിരിക്കുന്നേ? അമ്മ എന്താ എന്നെ വിളിക്കാതെ ഇങ്ങ് പോരുന്നേ? നീ ഏതുമായിരുന്നല്ലോ, അതാ ഞാൻ എന്നെ വിളിക്കാതെ പോരുന്നേ. അമ്മ ചേട്ടൻ ഇന്ന് വിളിച്ചില്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. അവൻ വരുന്നുണ്ട്. ആരാ അമ്മ വരുന്നേ? അതോ കിരൺ. കിരണോ? അതാരാ? നിനക്ക് ഓർമ്മയില്ലേ അവനെ? കുഞ്ഞിന്റെ ചേട്ടൻ. നീ പണ്ട് അവന്റെ വാലിലായിരുന്നല്ലോ എപ്പോഴും. ആ അതെ, ഇപ്പൊ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന പോലെ. അവൻ കഴിപ്പിച്ചാലേ നീ കഴിക്കൂടായിരുന്നു. അതൊക്കെ ഓർക്കുന്നോ നീ? നിന്നെ കാരണം അവനൊന്ന് സമാധാനമായിട്ട് കുളിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. നീ അവിടെയും പോയി അവനെ വിളിക്കുമായിരുന്നു. നിന്റെ ഈ പെരുമാറ്റം കാരണം അപ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കായിരുന്നു, അവൻ വേറെ കല്യാണം കഴിച്ചാ നീ എന്തോ ചെയ്യുമെന്ന്. അതിന് ഞാനല്ലേ കണ്ണനെ കല്യാണം കഴിക്കുന്നേ, അപ്പൊ കുഴപ്പമില്ലെന്നാ നീ പറഞ്ഞിരുന്ന. നീ ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പോയേടി, അതൊന്നും എനിക്ക് ഓർമ്മ കൂടിയില്ല. എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ? ആ ശരി എന്നാ. എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അയ്യേ, എനിക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഒന്നും ഓർമ്മയില്ലാത്തത്. ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ കാണത്തില്ലേ? അയ്യേ, എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഓ പിന്നെ എന്ത് വിചാരിക്കാൻ, ഞാൻ അന്ന് കുഞ്ഞായിരുന്നില്ലേ. ഇതിപ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല. ഈ ജാനിയമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ ഒന്ന് പറയണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. എന്തുവാടി കുഞ്ഞു, നീ എന്തുവാ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നേ? ഞാൻ പണ്ട് ചേട്ടനായിട്ട് അടികൂടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചതാ. ആഹാ, എന്നാ ഇന്നത്തെ കഥ എന്താ? പോരട്ടെ. എനിക്കിന്നെ ചേട്ടനെ കാണാൻ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരാൻ തന്നെ തീരുമാനിച്ച. പണ്ട് എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചിട്ടുണ്ട് പാവം. ഞാൻ കാരണം ചേട്ടന് എന്തോരം അടിയാ അമ്മയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ചേട്ടനെ. ഇപ്പോൾ ഒരു ദിവസം ചാമ്പയ്ക്ക വേണമെന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര വാശിയായിരുന്നു. പാവം ചേട്ടൻ ചാമ്പയ്ക്ക വെച്ച് തരാൻ മരത്തിൽ കയറി പറിച്ചു തന്നു. തിരികെ ഇറങ്ങുന്ന നേരം കാല് വെച്ച കമ്പ് ഒടിഞ്ഞു. കാല് തെന്നി ഒടിഞ്ഞ കമ്പിൻ്റെ മൂർച്ചയുടെ ഭാഗം കാലിൻ്റെ പുറകുവശത്തായി പൊത്തു കയറി. നല്ല മുറിവുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര വാശിയായിരുന്നു. എൻ്റെ വാശി കാരണം അന്ന് എൻ്റെ കാല്. പാവം. ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ നീ? അതിൽ മാറ്റം ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല കുഞ്ഞു, ശരിക്കും നിന്റെ ചേട്ടൻ 2 ദിവസം കൂടി കഴിഞ്ഞാൽ വരുമോ? ഇന്ന് വെള്ളിയാഴ്ച ആയില്ലേ, തിങ്കളാഴ്ചത്തേക്ക് എത്തുമെന്ന് അമ്മ പറഞ്ഞേ. ആ ബെല്ലടിച്ച് വാ, ക്ലാസ്സിൽ കയറാം. അമ്മേ, ശ്രീയമ്മേ, നീ എന്താ കുഞ്ഞു ഇന്നലെ ഇങ്ങോട്ട് വരാഞ്ഞേ? ആ അത് കുറച്ച് എഴുതാനും പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇന്നും നാളെയും പോകണ്ടല്ലോ, അപ്പോ ഇന്നിങ്ങോട്ട് വരാന്ന് വിചാരിച്ച്. നീ വല്ലതും കഴിച്ചോ? അമ്മ കഴിക്കാതിരിക്കട്ടെ. വേണ്ടമ്മ, ഞാൻ കഴിച്ചിട്ടാ വന്നെ. അല്ല അവളെവിടെ? ഞാൻ അവളെ കാണാൻ വന്നതാ. ഓ, നീ അല്ലെങ്കിലും അച്ഛനെ മാത്രമല്ലേ കാണാൻ വരുവുള്ളൂ. ഞങ്ങളെയൊന്നും നിനക്ക് കണ്ണു പിടിക്കൂലല്ലോ. അങ്ങനെയൊന്നും അല്ലമ്മേ. ശ്രീയമ്മേ, ആരാ പറഞ്ഞേ വേണ്ടാന്നു? എനിക്ക് വേണമല്ലോ. അവളെന്ത് ചെയ്യും? ഞാൻ അവളോടൊരു കാര്യം പറയാൻ വന്നതാ. അവളാ റൂമിലെങ്ങാനും കാണും. ഞാൻ എന്നാ പോയിട്ട് വരാമേ. അച്ചോ, ഡി എന്താടി നീ എന്തെടുക്കുക? തല കുത്തി നിൽക്കുന്നു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിനക്ക് എന്താടി?
എന്താണാവോ ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കാര്യം? അതെന്താ, എനിക്ക് അല്ലാതെ വന്നൂടെ? ഓ മന്ദവതി, നിന്നോട് ഞാൻ ആ ഒരു രീതിയിലാണോ ചോദിച്ചേ? ഓ അങ്ങനെ പറ. അല്ല, നീ നാളെ ഫ്രീ ആണോ? ഞാൻ ഫ്രീയാ. ഞാനെവിടെ പോയാലും നീയും കാണൂല എൻ്റെ കൂടെ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? നാളെ ചേട്ടൻ്റെ റൂം വൃത്തിയാക്കാൻ അമ്മ പറഞ്ഞു. നിനക്ക് ചേട്ടനെ കണ്ടതായിട്ട് ഒരു ഓർമ്മ പോലും ഇല്ലാന്നല്ലേ പറഞ്ഞേ? നീ വരുന്നോ? ചേട്ടനെ കാണാം. അതെങ്ങനെ കാണാനാ? ചേട്ടൻ്റെ റൂമിൽ ചേട്ടൻ്റെ ഫോട്ടോസ് ഉണ്ട്, അത് കാണുന്ന ആര്യാ പറഞ്ഞേ. ഓ അത്, വരാം. നാളെ അല്ലേ? ചേട്ടൻ ഇവിടുന്ന് പോയപ്പോൾ അടച്ചിട്ടതാ. എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ചേട്ടൻ്റെ റൂം. ഒരു സാധനം പോലും എനിക്ക് പോലും എടുക്കാൻ സമ്മതിക്കത്തില്ല. ആ റൂം നിറച്ച് ചേട്ടൻ്റെ ഫോട്ടോസാണ്. നീ നാളെ വരുന്നെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ കണ്ടീഷൻ? ആ റൂം വൃത്തിയാക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു. വാടി, അവിടെ തന്നെ നിൽക്കാതെ നീ കയറി വാ. ഇതാണോ നിന്റെ ചേട്ടൻ? ഹാ, ഇപ്പൊ ഓർമ്മ വന്നു നിനക്ക്? അമ്മ പറഞ്ഞതൊക്കെ സത്യമൊന്നും? അതൊന്നുമില്ല. ഇതെല്ലാം നിന്റെ ചേട്ടൻ്റെയാണോ? ആണ്. ഇതിനകത്തൊന്നും ഞാൻ പോലും തുടങ്ങുന്നത് ഇഷ്ടമല്ല ചേട്ടന്. നിന്റെ ചേട്ടൻ ഈ ബുക്ക് ഇത്രയും വായിക്കുമോ? അങ്ങനെ എപ്പോഴും ഒന്നും വായിക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ വായിക്കും. പക്ഷെ ബുക്സിന്റെ കുറെ കളക്ഷൻ ഉണ്ട്. ഇതിന്ന് ഒന്ന് ഞാൻ എടുക്കുകയാണേ, വായിച്ചിട്ട് തരാം. ജാനിയമ്മയോട് ഞാൻ പറഞ്ഞോളാം. തിരിച്ചു തന്നാ മതി. ഈ മുറിയിലുള്ള ഓരോ സാധനത്തിനും ജീവനുള്ളതാ. അടി, എന്നാ ഞാൻ പോവാണേ. ജാനിയമ്മേ, ഒരു ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടേ, വായിച്ചിട്ട് തരാമേ. ശ്രീയാമേ. കുഞ്ഞോ, വാ. ഇവിടെ എന്താ അമ്മ കഴിക്കാൻ? അതെന്താ, നിനക്ക് നിന്റെ വീട്ടിലൊന്നും തിന്നാനില്ലേ? അച്ചോ, നിനക്ക് കൂടുന്നുണ്ട്. ഇവിടെ പഴഞ്ചോറാ. അവിടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലേ കുഞ്ഞു? പഴഞ്ചോറോ? ഇപ്പോഴേ വായിന്ന് വെള്ളം വരുന്നു. എനിക്ക് ഇവിടെ എടുത്തോ. ഇന്ന് അവിടെ പുട്ടാ. എനിക്കിഷ്ടമല്ലേ പുട്ട്. നീ ഇവിടെ ഇരിക്കേ. അച്ചോ, അച്ഛനും കൂടെ വിളിക്ക്, ഞാൻ കഴിക്കാൻ എടുക്കാം. നീയും ചേട്ടനെ പോലെ ഇങ്ങനെ എപ്പോഴും ഈ ബുക്ക് നിന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പോവാന്നാ. എടി പോവല്ലേ, നിൽക്കേ. എനിക്കെങ്ങും വയ്യ എങ്ങനെ ഇരിക്കാൻ. എനിക്ക് ബോറടിക്കുന്നു. വയലിൽ ഞാറ് നടുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. കണ്ടിട്ട് വരാം. ബാ. പോവാ. ഇപ്പം നമുക്ക് കളിച്ചാലോ? പണ്ടത്തെ പോലെ കഞ്ഞിയും കറിയും അതൊക്കെ കളിക്കാം. ഇപ്പം നമുക്ക് ആദ്യം വയലിൽ പോയിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് കളിക്കാം. അമ്മയുടെ കയ്യിൽ നിന്ന് അവർ കാണാതെ മാവൊക്കെ എടുക്കാൻ നമുക്ക് കളിക്കാം. ഓക്കെ? ഓക്കെ. മാത്സിന്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലേ, നീ ചെയ്തോ അത്? ഇല്ല, കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം എഴുതാം. ഞാൻ ബുക്കും കൊണ്ട് നിന്റെ വീട്ടിലോട്ട് വരാം. ഇപ്പം നമുക്ക് പോയിട്ട് വരാം. അച്ചുവാടി, പോവാൻ കളിക്കാൻ. ഇവള് സമ്മതിക്കത്തില്ല. വാ പോവാം. നീ ഇവിടെ നിക്ക്, ഞാൻ പോയി മാവ് എടുത്തിട്ട് വരാം. എന്നാ ആ നേരത്തിന് ഞാൻ പോയി ബാക്കി സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഒരാവേശത്തിന് അങ്ങ് ഏറ്റതാ. ഇതിപ്പോ അമ്മ എവിടെങ്ങനെ കണ്ടാ എന്നെ കൊല്ലും. ഇതിലെല്ലാം ഇല്ലേ? ഉണ്ട്. ഡേ, നിന്നെ ശ്രീയമ്മ കണ്ടില്ലല്ലോ അല്ലേ? ഒരുവിധം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. ഇനി ഇവിടെ നിന്നിട്ട് കാണണ്ട. വാ പോവാ. നാളത്തേക്കുള്ള ദോശക്കുള്ള മാവാ നീയൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നത്. നിന്നൊക്കെ ഇന്ന് ഞാനുണ്ടല്ലേ. അയ്യോ അമ്മ, ഓടിക്കോ കുഞ്ഞു. അവിടെ നിന്നോ നീയൊക്കെ.
ഒരബദ്ധം പറ്റിയതാ അമ്മ, ഇനി ആവർത്തിക്കത്തില്ല. രണ്ടെണ്ണം കൂടെ കൊടുക്ക ശ്രീയമ്മ അവക്ക്. ഓ, നീ ഇവിടെ നിന്ന് ചിരിക്കുവായിരുന്നു. അയ്യോ, മൂഞ്ചിയല്ലോ നാഥ. സോറി ശ്രീയമ്മ, ഇനി ചെയ്യൂല. ആ, ഇനി ഇങ്ങനെ തന്നെ കുറച്ചു നേരം അനങ്ങാതെ കിടക്കാം. ഓ, എന്റെ നടു പോയെന്നാ തോന്നുന്നത്. ഓ, ഈ രണ്ടിനെയും സഹിക്കാനുള്ള ക്ഷമ നീ എനിക്ക് തരണേ ഭഗവാനെ. ജയേ, അവിടുന്ന് എന്താ പോയത്? ദോഷമാവ്. അവിടുന്ന് ദോഷമാവല്ലേ പോയുള്ളൂ, ഇവിടുന്ന് സർവമാന പടികളും കൊണ്ടാ പോയത്. എന്തുവാമ്മ, കഷ്ടമുണ്ട്. ഒരു കഷ്ടമില്ല, സ്കൂളിൽ അങ്ങ് പോയാ മതി. കുഞ്ഞു വരുന്നില്ലേ ജാനിയമ്മ ഇന്ന്? ആ, വരുന്നു. കുഞ്ഞു കളിക്കാതെ ചെല്ലാൻ നോക്ക്. പ്ലീസ് അമ്മ, ഞാനും വന്നോട്ടെ. അതിന് ഞങ്ങൾ ആരും പോകുന്നില്ല. നീ സ്കൂള് കഴിഞ്ഞു വരുമ്പോഴേക്കേ അവ ഇനി എത്തൂ. അതുകൊണ്ടല്ലേ അമ്മ പറയുന്നേ മോള് ചെല്ലാൻ നോക്ക്. ദേ, അച്ചു കാത്തു നിൽക്കുമല്ലേ. നീ വൈകിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ഒരു സൂത്രം ഉണ്ടാക്കി തരാം. ഓ, പിന്നെ നിങ്ങളൊരു സൂത്രം അത് നിങ്ങളുടെ മൂത്ത മോന് കൊടുക്കാനല്ലേ ഉണ്ടാക്കുന്നത്? അങ്ങ് കൊടുത്താ മതി, എനിക്കെങ്ങും വേണ്ട. നീ വാടി, നമുക്ക് പോവാം. ചന്ദ്രേട്ടൻ കഴിക്കാൻ വന്നോ? എല്ലാം ആവുന്നില്ലേ ഉള്ളൂ. കണ, നീയായിരുന്നോ? എത്ര നാളായടാ കണ്ടിട്ട്. നീ ആകെ മാറി. ഇരിക്കുന്ന കോലം നോക്കി ചെറുക്കണ്ടേ. ഇവിടുന്ന് പോയപ്പോ എങ്ങനെ ഇരുന്നതാ? എന്താടാ, നീ ഒന്നും കഴിക്കുന്നില്ലായിരുന്നു അവിടെ? എന്റെ അമ്മയെ ഞാൻ ആദ്യം ഒന്ന് അകത്തോട്ടൊന്ന് കേറിക്കോട്ടെ. ആ, നീ കേറുവാ. അല്ലമ്മേ, കുഞ്ഞു എവിടെ? അവള് സ്കൂളിൽ പോയേക്കുവാ. ഇന്ന് അവളെ വിടണമായിരുന്നു. രാവിലെ കുറെ തുള്ളിയതാ. അല്ലെങ്കിൽ തന്നെ പഠിക്കാനൊക്കെ ഇപ്പൊ ഭയങ്കര മടിയാ സ്കൂളിൽ പോവാനും. എന്താ അമ്മ കഴിക്കാനുള്ളത്? ഭയങ്കര വിശപ്പ്, കഴിക്കെടുക്കും. പോടാ, ഇപ്പൊ കുളിച്ചിട്ട് വാ. ഇവിടുന്ന് പോയി ചെറുക്കന്റെ ശീലമൊക്കെ മാറി. ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാൻ തരാം. ചെല്ല്. എന്നാലേ ഞാൻ കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാം. ദാ കിരണേ. ആ, നീയോ? ഇവ ഇവിടുന്ന് പോയതിനു ശേഷം നിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ലല്ലോ. ആ, അതമ്മേ, ഞാനും പോയില്ലേ. ആ, അതാ അമ്പിളി പറഞ്ഞായിരുന്നു. നീ ഇരിക്ക്. ഇല്ലമ്മേ, കുളിക്കാൻ പോവാൻ ഇവനെയും കൂടെ കൂട്ടാൻ വന്നതാ. പോകുന്നതൊക്കെ കൊള്ളാം, പെട്ടെന്ന് എത്തിക്കണം. കണ്ണാ, നീ ഒന്നും കഴിക്കാതാണേ പോകുന്നത്, ഓർത്തോ? ആ, ശരി എന്റെ ജാനിക്കുട്ടി, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. നിന്നെ കൊഞ്ചാതെ പോയിട്ട് വാടാ. എന്നാ ശരിയടാ, പിന്നെ കാണാം. അമ്മേ. ഓ, വന്നോ തെറ്റി തിരിഞ്ഞിട്ട്? എന്തൊക്കെയാ ജാനി പറയുന്നേ? ഓ, മതി നിന്റെ കൊഞ്ചല്. ഇപ്പൊ ഡ്രസ്സ് മാറ്റിയിട്ട് കഴിക്കാൻ വേർക്ക. പെണങ്ങല്ലേ ജാനിക്കുട്ടി. കുളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ശങ്കരമാമയെ കണ്ടായിരുന്നു. അതാ വൈകിയ, ക്ഷമിക്ക്. പിന്നെ ഞാനിന്ന് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാ ക്ഷമിക്കുന്നത്. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിട്ടാ കഴിക്കാൻ എടുക്കാൻ ഞാൻ. അമ്മേ, ഞാൻ ടെറസിൽ കാണും. ചായ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. കഴിക്കാൻ എന്തെങ്കിലും വേണോടാ? ആ ഡപ്പയോടെ കൊണ്ടുവന്നാരെ, അതിന് ഞാൻ എടുത്തോളാം.